ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇപ്പോൾ നല്ല മഞ്ഞൊക്കെ അല്ലേ, ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തണുപ്പത്തൊക്കെ നമ്മൾ മുതിരച്ചാറൊക്കെ ഉണ്ടാക്കി കഴിക്കില്ലേ. അപ്പോൾ ആ ഒരു കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഡ്രീമിയാണ്. അഞ്ജുവിൻ്റെ അച്ഛമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അങ്ങനെ വെച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് വെച്ച് നോക്കിയത്. അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ആണ് കഴിക്കുമ്പോൾ നമുക്ക് വലിയതായിട്ട് ഇഷ്ടാവില്ല. പിന്നെ രണ്ടാമത് ഇത് കൂട്ടുമ്പോഴാണ് ഈ കറിയോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വെച്ചപ്പോൾ ഉമ്മാക്ക് ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴൊന്നും അങ്ങനെ വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാത്രി കഴിച്ചപ്പോൾ ഉമ്മാക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് വെപ്പിക്കും. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ അരിയാനോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നാണ് എനിക്ക് കുറച്ച് കൂടുതൽ പണിയുള്ളൊരു ദിവസമായിരുന്നു. അനിയത്തിക്കാണെങ്കിലും കുറച്ച് ചിക്കനടിയും ബീഫോടൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസമായ കാരണം പിന്നെ അത് അരിയാനും പിടിക്കാനും നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം ഈ കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഇറച്ചിയിലൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് കോഴിയടിയും ബീഫ് അടിയും കൂടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. മക്കൾക്ക് ചിക്കൻ്റെ അടയാണ് ഇഷ്ടം, അനിയത്തിക്ക് ബീഫിൻ്റെ അടയാണ് ഇഷ്ടം. അപ്പോൾ രണ്ടാൾക്കും ഇഷ്ടമുള്ളത് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തയച്ചു. ഇനി അനിയനക്ക് എന്ന് പറഞ്ഞാൽ അനിയൻ അങ്ങനെ ഞാൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും കുറ്റം പറയാതെ കഴിക്കുന്ന ഒരാളാണ്. അത് ഉപ്പ് കൂടിയാലും അല്ലെങ്കിൽ എരിവ് കൂടിയാലും ഒന്നും പറയില്ല, ഒരു കുറ്റം പറയാതെ കഴിക്കുന്ന ആളാണ് അനിയൻ. പക്ഷെ അനിയത്തി അങ്ങനെയല്ല കേട്ടോ. അനിയത്തി എന്തെങ്കിലും കുറ്റങ്ങളിൽ അതങ്ങനെ തുറന്നു പറയുന്ന ആളാണ് അനിയത്തി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് പണികൾ കൂടുതലുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കിയെടുക്കണമല്ലോ വിചാരിച്ചിട്ടാണ് മുതിരക്കറി ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബീഫ് അട കുറച്ച് വലിയതാക്കിയിട്ട് ഉണ്ടാക്കി, അതാകുമ്പോൾ വേഗം കഴിയുമല്ലോ. ചിക്കൻ അട പിന്നെ ചെറുതാക്കിയിട്ട് തന്നെയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ബീഫ് അടയാണ്. പിന്നെ ഇതായി ചെറുതായി കാണുന്നതാണ് ചിക്കൻ അട. അപ്പോൾ കോഴിയട, നമ്മളങ്ങനെ കോഴിയട പറഞ്ഞാലല്ലേ പ്രത്യേകിച്ച് അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് കറി വെക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പോൾ നമുക്ക് മുതിര കഴുകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുതിരയിലത്തെ കല്ലൊക്കെ ആഞ്ഞിട്ട് ഇങ്ങനെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ മുതിര അതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി വറുത്തെടുക്കണം. മുതിര വെള്ളത്തിലിട്ടിച്ചിട്ടും വേവിക്കൂല, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് മുതിര വറുത്തിട്ടുള്ള ഒരു മണമാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ മുതിര ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കറി വെക്കുകയാണെങ്കിലും ഞാൻ വറുത്തിട്ട് അത് വേവിക്കുക. അപ്പോൾ പൊടിക്കൊന്നുമില്ല, നമുക്ക് വറുത്ത് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ നന്നായി വറവ് വരണം. അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു ഭാഗം ഇളക്കാതെ ഇരുന്നാൽ കരിഞ്ഞ് പോവും. അത് കാരണം നമ്മൾ നന്നായി അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. മുതിര വറുക്കാൻ അറിയാവുന്നവരൊക്കെ ഉണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ മുതിരൊക്കെ നന്നായി ഒരു കളറ് മാറിയിട്ടുണ്ടല്ലോ. ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ വറുത്തിട്ട് അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കല്ല് വെച്ചിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കി നോക്കിയപ്പോൾ അങ്ങനെ പൊടിയണില്ല. അപ്പോൾ ഞാനത് മിക്സർ ജാറിലേക്ക് തന്നെ മാറ്റി. കണ്ടില്ല, ഇങ്ങനെ കുത്തിയിട്ടും ഇങ്ങനെ പൊടിച്ചിട്ടും ഒന്നും പൊടിയണില്ല അത്. പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മുറത്തിലിട്ടിട്ട് അതിലും നോക്കി നോക്കി അപ്പോഴും പൊടിയണില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് എന്തിനാ എത്ര കിടന്ന് കഷ്ടപ്പെടുന്നു, നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഉമ്മ പറയണം അവർ കമ്മിയുമ്പോൾ വെച്ചിട്ട് കുത്തിയെടുക്കുക എത്ര ചെയ്യുക മുതിരൊക്കെ കറി വെക്കണമെങ്കിൽ. അപ്പോൾ ഇത് ശരിക്കും ഈ കറി വെക്കുക തണുപ്പുള്ള സമയത്ത് അത്രേ. ഇത് ശരീരം ചൂടാവാനൊക്കെ നല്ലതാണ്. അപ്പം നല്ല തണുപ്പുള്ള മഴ പെയ്യണ സമയത്തൊക്കെ കർക്കിടക മാസത്തിലൊക്കെ എത്ര പണ്ട് ആൾക്കാർ മുതിര കറി വെച്ചിരുന്നത്. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല, അത് ഉമ്മ പറഞ്ഞതാണ്. പിന്നെ പ്രത്യേകം അഞ്ജുവിൻ്റെ അച്ഛമ്മക്ക് ഇഷ്ടമുള്ള കറിയാണ് ആയിരുന്നു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ജു. അല്ലെങ്കിൽ അവൾ എന്തായാലും കമൻറ്റ് ഇടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ കറികളൊക്കെ കുറേ പറഞ്ഞുതരും അഞ്ജുവിൻ്റെ അമ്മയാണ് കേട്ടോ. അഞ്ജു അല്ല പറഞ്ഞുതരും, അമ്മയാണ് പറയുക. പക്ഷേ അവളെ പേര് പറയണമെന്ന് പ്രത്യേകം പറയുള്ളൂ. അതുകൊണ്ടാണ് അഞ്ജുവിനെ പറയണത്, അല്ലെങ്കിൽ അമ്മേനെ പറയുള്ളൂ. അപ്പോൾ ഇതാ മുതിരൊക്കെ ഇതാ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നന്നായി പൊടിക്കരുത് കേട്ടോ, ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി ഇത് നമുക്കൊരു മുറത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിങ്ങനെ ചേറിയിട്ട് എടുക്കണമല്ലോ, അതിൻ്റെ പരിപ്പ് മാത്രം എടുക്കണം. അതിൻ്റെ ആ ഒരു ഉമി പോലത്തെ സാധനം ഉണ്ട്, അത് കളയും വേണം. അപ്പോൾ അത് ഉമ്മ ചേറി തന്നു കേട്ടോ, അത് കളയാൻ വേണ്ടിയിട്ട്. അപ്പം മുറത്തിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന്, ഞങ്ങളവിടെ ചേറിയിട്ട് എടുക്കാമെന്നാണ് പറയുക. നിങ്ങളവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഉമ്മി കളയുക. എന്നിട്ട് ഞാൻ ഒരു കപ്പ് എടുത്തേക്കുന്നത്, ആ ഒരു ഒറ്റ കപ്പ് എടുത്തിട്ടുണ്ട് 250 ഗ്രാമിൻ്റെ. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇത് ശരിക്കും കുക്കറിലൊന്നും വെക്കാൻ പാടില്ല, അത്ര നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് ഇവിടെ സമയം അടുപ്പത്ത് വെച്ച് വേവിക്കുക. എനിക്ക് ഇന്നാണെങ്കിൽ തീരെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഒരു 3-4 വിസിലടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നിട്ട് 3-4 വിസിലടിക്കട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് തേങ്ങ ഒക്കെ ചിരകിയെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്നുള്ളത്. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. തുറന്ന് നോക്കിയൊക്കെ പോകണ്ടില്ല, നന്നായി വെന്തിട്ടുണ്ട് അത്.
അതിങ്ങനെ വറുത്ത് പൊടിച്ചെടുത്ത കാരണമാണ് കേട്ടോ മുതിര പെട്ടെന്ന് വെന്ത് വന്നത്. അല്ലാതെ നമ്മൾ വേവിച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് വേവൊന്നുമില്ല. പിന്നെ ഈ ഒരു മണം നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. പച്ച വേവിക്കണേക്കാട്ടും ഇഷ്ടമാണ് മുതിര വറുത്തിട്ടുള്ള ആ ഒരു മണം. ഇനി ഇതാ മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. മൺചട്ടിയിലാക്കണം എന്നല്ല പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ മൺചട്ടിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആ കുക്കറൊന്ന് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവി വേണമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി നോക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ തേങ്ങ ഒഴിക്കണമെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിവിടെ ഇരുന്നിട്ട് നന്നായി തിളക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് നാളികേരം അരച്ചെടുക്കാണ്ടല്ലോ. നാളികേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മുറി നാളികേരമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 3/4 കപ്പുള്ളൂ. ആ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൂടുതലൊന്നും വേണ്ട, ഒരു പേരിന് മാത്രം മതി. അധികം ആവണ്ട, എന്നാൽ അത്യാവശ്യത്തിന് വേണം. ആ ഒരു രീതിക്ക് തേങ്ങ എടുത്താൽ മതി. അതിലേക്ക് ഇതാ ചീനമുളക് ഉണ്ടല്ലോ, നമ്മളെ കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക, നന്നായി അരഞ്ഞ് വരണത്. അപ്പോഴത്തേനും അതവിടെ തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുളിയൊക്കെ നിർബന്ധമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് പുളിയൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുളിയൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി പുളി വേണം നിർബന്ധമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് പുളിയൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ സാമ്പാർ പുളി ഉണ്ടല്ലോ, വാളംപുളി, അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മറ്റേ കുടംപുളിയൊന്നല്ല, നമ്മൾ സാധാ സാമ്പാർ പുളി മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. ഞാനിപ്പോൾ പുളിയൊന്നും ഇല്ലാതാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നാളികേരം അരച്ചത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നാളികേരത്തിൽ നമ്മൾ ചീനമുളകും പിന്നെ ചെറുള്ളി മാത്രമാണ് ഇട്ടേക്കുന്നത്. അതിൽ ജീരകങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ജീരകമൊന്നും ഇടരുത് കേട്ടോ. ആ ജീരകമൊക്കെ ഇട്ടാൽ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും, ഏത് ജീരകം ഇട്ടാലും. അപ്പോൾ അതിൽ നമ്മൾ ചെറുള്ളിയും പിന്നെ എരിവിന് വേണമെങ്കിൽ ചീനമുളകോ അല്ലെങ്കിൽ നമ്മളൊക്കെ ഏത് മുളകാണ് ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിട്ടിട്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയൊക്കെ ആണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അല്ലെങ്കിൽ തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ ഒരു ദിവസം ഒന്ന് ഈ ഒരു കറി ഉണ്ടാക്കി നോക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ കറി ഫസ്റ്റ് നമുക്ക് കൂട്ടുമ്പോൾ അങ്ങനെ വലിയതായിട്ട് ഇഷ്ടാവില്ല. പിന്നീട് ഇങ്ങനെ കൂട്ടിയിട്ട് നമുക്ക് ഈ കറിയോട് ഒരു ഇഷ്ടം കൂടുതൽ തോന്നും. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. നമ്മൾ മുന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ താളിക്കണ്ട, വഴറ്റണ്ട, അല്ലെങ്കിൽ കടുക് പൊട്ടിക്കണ്ട, അങ്ങനെ ഒരു ഇതും വേണ്ടല്ലോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ. പിന്നെ ഇത് പണ്ടുള്ളവരൊരു കറിയും കൂടിയാണ്. അവരൊക്കെ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന കറിയാണ് ഇത്ര. അപ്പോൾ നമ്മളെ മക്കൾ ഈ ചിക്കനും ബീഫും അല്ലെങ്കിൽ മുട്ടക്കറിയും അങ്ങനെ മീനും അതൊന്നും മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അവരിങ്ങനത്തെ കറികളൊക്കെ അറിയണ്ടേ. അപ്പോൾ വീട്ടിൽ മുതിരൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇത് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. കണ്ട നല്ല കുറുകിയൊരു കറിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും അത് കമൻറ്റിൽ വന്ന് പറയുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.